ഇന്നൊരു നാടൻ മീൻ തല മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ മീൻ തല എടുത്തിട്ടുണ്ട്. ഇത് പീസാക്കിയതാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തള എന്നൊരു മീനിൻ്റെ തലപ്പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറിച്ചട്ടി ചൂടാക്കാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നല്ല പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് പൊട്ടിച്ചിടുക. ഉലുവ നല്ല പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ഉള്ളി ചേർക്കുക. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കല്ലിൽ ചതച്ചതും, ഒരു 15 വെളുത്തുള്ളി നെടുകെ മുറിച്ചതും, 5 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒരുവിധം വലുതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല ഉടഞ്ഞ് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 3.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പുളി വൃത്തിയായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എത്രമാത്രം ചാറ് ആവശ്യമുണ്ടോ കറിക്ക്, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട്. മീനിട്ട് കൊടുക്കുക ഇതിലേക്ക്. ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ദാ നമ്മുടെ മീൻ തല മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.